ഭീരുക്കളുടെ ആക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഭാരതം. നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറതോക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു. ആക്രമണം നടത്തിയ സംഘത്തിലെ അംഗങ്ങളെന്ന് സംശയിക്കുന്ന 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാസേന പുറത്തുവിട്ടു. മരിച്ചവർക്ക് ജമ്മുകശ്മീർ ഭരണകൂടം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്രമണം നടന്ന ബൈസരണിലെത്തി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നടക്കും. ഭീകരവാദികളുടെ ചിത്രങ്ങൾ പുറത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപനും ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ചേരുന്നു. ആദ്യം നന്ദഗോപനിലേക്ക് പോവുകയാണ്. നന്ദഗോപൻ, ശ്രീനഗർ ഇപ്പോൾ ശാന്തമാണോ? കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളെല്ലാം ഡൽഹിയിലേക്ക് അയച്ചോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനിൽ നമ്പ്യാർ, 29 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ 26 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ 26 മൃതദേഹങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്ന ജമ്മു കാശ്മീർ ആംഡ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇവിടെയാണ് പോലീസ് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നത്, ഇവിടെ എത്തിച്ചിരുന്നു. ഇവിടെ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ നേരിട്ടെത്തി ഈ മൃതദേഹങ്ങളിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. മാത്രമല്ല ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയും ഇവിടെ ഈ പോലീസ് PCR-ലെത്തി ഇവിടെ മൃതദേഹങ്ങൾക്ക് മുമ്പിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചിരുന്നു. ഇതിനോടകം 9 മൃതദേഹങ്ങൾ, 26 മൃതദേഹങ്ങളിൽ 9 മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ ആംബുലൻസുകൾ, പ്രത്യേക ആംബുലൻസുകളിലായി ഇതിനോടകം എയർപോർട്ടിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അതാത് സംസ്ഥാനങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ സർവീസ് അനുസരിച്ചാണ് ഇവിടെ നിന്നും മൃതദേഹങ്ങൾ അവിടെ എയർപോർട്ടിലേക്ക് മാറ്റുക. അവിടെ കാർഗോ ടെർമിനലിൽ ഇതിനുവേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന ഭരണകൂടത്തിനപ്പുറം കേന്ദ്ര ഭരണകൂടം കൂടി ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പെഹൽഗാമിലുള്ള ബൈസരൺ വാലിയിൽ അവിടെ എത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തോടൊപ്പം ഈ സംഭവം നടന്ന ബൈസരൺ വാലിയിലേക്ക് NIA-യുടെയും CBI-യുടെയും CRPF-ൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുഗമിച്ചു. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി ഉദ്യോഗസ്ഥർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ വിവരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൈമാറി. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ കൈമാറി എന്നുള്ള വിവരങ്ങൾ, അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും ജമ്മു കാശ്മീർ വലിയ സുരക്ഷാ വലയത്തിലാണ് ഈ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണം നടന്ന ഇതിനോടകം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇതേ സമയത്താണ് വളരെ ശാന്തമായി പ്രകൃതി ഭംഗിയൊക്കെ തന്നെ ആസ്വദിച്ചു കൊണ്ടിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ അപ്രതീക്ഷിതമായി ലഷ്കർ ഇ തോയ്ബ ഭീകരർ ആക്രമണം നടത്തുന്നത്. അതും മതം നോക്കി അവർ ഹിന്ദു മതത്തിൽ പെട്ടവരാണ് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഉപദ്രവിച്ചത്, അവരെ കൊലപ്പെടുത്തിയത്. അതേസമയം ഇതര മതസ്ഥരുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് ഉള്ള ഇതര മതസ്ഥരുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അവരുടെ മതം അന്വേഷിച്ചു. അവർ മുസ്ലിമാണെന്ന് വ്യക്തമായതോടെ അവരെ വെറുതെ വിടുകയായിരുന്നു എന്നുള്ളതാണ്. അതേസമയം ഹിന്ദു നാമധാരികളെ അവർ കൃത്യമായി തന്നെ ഇരകളാക്കി എന്നുള്ളതും നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് ഈ കൃത്യമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് ഭീകരവാദികൾ എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. ഏറ്റവും എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഈ ഇരകളുടെ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ചിട്ടുണ്ട്. നമ്മളുടെ മാധ്യമങ്ങളിലടക്കം ജനം TV അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിലവർ കൃത്യമായി സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. അവർ അവിടെ ഈ സഞ്ചാരം കഴിഞ്ഞ കുതിരപ്പുറത്തായിരുന്നു അവർ ഈ ബൈസരൺ വാലി കടന്ന് പോയത്. അതിനുശേഷം തിരികെ മടങ്ങുമ്പോഴായിരുന്നു ഈ അക്രമം ഉണ്ടായത്. ഏതാണ്ട് 4-5 പേർ അവർ പട്ടാളത്തിൻ്റെ വേഷം ധരിച്ചിരുന്നു. കാടിന് ഉള്ളിൽ നിന്നും പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് എത്തുന്നു, പേര് ചോദിക്കുന്നു, ഖുറാനിലെ ഒരു വാചകം ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സ്വാഭാവികമായും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഖുറാനിലെ ഒരു വാചകം അറിയണമെന്ന്
കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അവരെ തോക്കെടുത്ത് അവരെ ഷൂട്ട് ചെയ്യുന്നു, അവരെ ഉതിർത്ത് കൊല്ലുന്നു. ഈ കർണാടകത്തിൽ നിന്നും എത്തിയിരുന്ന ഒരു സ്ത്രീ അവർ പറയുന്നു, അവർ 3 പേരടങ്ങുന്ന സംഘം, മകനും താനും ഭർത്താവും അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഭർത്താവിൻ്റെ പേര് ചോദിക്കുന്നു. തൽക്ഷണം അദ്ദേഹത്തെ തൻ്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. തന്നെ കൂടി കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടും അവർ അതിന് വഴങ്ങിയില്ല. മറിച്ച് നരേന്ദ്രമോദിയോട് നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടു എന്നുള്ള കാര്യം നരേന്ദ്രമോദിയെ അറിയിക്കണമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഭീകരർ ഈ സ്ത്രീകളെയും അതേപോലെ തന്നെ കുട്ടികളെയും വെറുതെ വിടുകയായിരുന്നു. ഏതായാലും ഈ ആക്രമണം നടത്തിയ ഭീകരരെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ജമ്മു കാശ്മീർ പോലീസിനും സൈന്യത്തിനും CRPF-നും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേരുടെ രേഖാചിത്രം തയ്യാറാക്കിയത്. ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ 4 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. നേരത്തെ ലഷ്കർ-ഇ-തോയ്ബയുമായി ആഭിമുഖ്യം പുലർത്തിയിരുന്നവരും നേരത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്നവരും ആണ് ഈ 4 പേർ. അവരെ ഇന്നലെ ഉടൻ തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, വിശദമായി ചോദ്യം ചെയ്യുന്നു. അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികൾ, ഇരകളായവരുടെ, പരിക്കേറ്റവരുടെ ഒക്കെ തന്നെ മൊഴിയെടുത്തുകൊണ്ടുമാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖാചിത്രം പേരടങ്ങുന്ന സംഘമാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിൽ 3 പേർ ആസിഫ് ഫുജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നീ തീവ്രവാദികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ രേഖാചിത്രങ്ങളാണല്ലോ ഇപ്പോൾ സുരക്ഷാ സേന പുറത്തുവിട്ടത്. ഇവരുടെ പശ്ചാത്തലം എന്താണ്? നേരത്തെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിരുന്നോ? സുരക്ഷാ സേനയുടെ നോട്ടപ്പുള്ളികളാണോ ഇവർ? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ? മാത്രമല്ല, ശേഷിക്കുന്നവർ അവരാരാണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ? നമ്പ്യാർ സൂചിപ്പിച്ച പോലെ തന്നെ 7 പേരുടെ സംഘമാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 3 പേരുടെ രേഖാചിത്രം ഇതിനോടകം തന്നെ പുറത്തു വന്നു. ഈ 3 പേര് അക്രമത്തിൽ പങ്കെടുത്തു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് നേരത്തെ ഭീകരവാദവുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ലഭ്യമായ സൂചനകൾ. ജമ്മു കാശ്മീർ പോലീസ് വൃത്തങ്ങൾ അത്തരം സൂചനകൾ ആണ് നൽകുന്നത്. നേരത്തെയും സമാനമായി ചില നിരോധിത തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചവരായിരുന്നു ഇവർ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ച് വരികയായിരുന്നു എന്നുള്ളതാണ് ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. 7 പേർ, അവരെ ഏതാണ്ട് 3 പേരെ പൂർണ്ണമായും ഈ 3 പേർ പങ്കെടുത്തവരെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ബാക്കി 4 പേർ, അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു ധാരണ ജമ്മു കാശ്മീർ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ ഭീകരർ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആക്രമണം നടന്ന മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അടുത്ത് തന്നെ അവർ ഒളിച്ചിരിക്കുവാനുള്ള സാധ്യതയാണ് ജമ്മു കാശ്മീർ പോലീസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആർമിയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ, നമുക്കറിയാം ഈ അനന്തനാഗ്, അതേപോലെ തന്നെ ഈ ബൈസരൻ വാലി അടക്കമുള്ള മേഖലകൾ, അതൊരു വലിയൊരു കാടിനുള്ളിലാണ് ഈ മേഖല നിൽക്കുന്നത്. അവിടെ കൃത്യമായി തിരച്ചിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും പ്രത്യേക സംഘത്തെ തിരച്ചിലിനായി നിയോഗിച്ചു കഴിഞ്ഞു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തുന്ന സംഘം ഈ മേഖലയിൽ, ബൈസരൻ വാലി മേഖലയിൽ കൃത്യമായി അരിച്ചുപെറുക്കുകയാണ്. ഈ മേഖലയിൽ എവിടെയെങ്കിലും ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സുരക്ഷാ സേനയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു വിഷയത്തിൽ, അതായത് നമുക്കറിയാം സമാനതകളില്ലാത്ത അക്രമമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത കാലത്തൊന്നും ഭാരതത്തിൻ്റെ മനസാക്ഷിക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് ഇത്രമാത്രം മുറിവേൽക്കുന്ന ഒരു അക്രമം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിൽ പിന്നെ ജമ്മു കാശ്മീരിൻ്റെ മുഖം തന്നെയാകെ മാറി. യഥാർത്ഥത്തിൽ സഞ്ചാരികളുടെ പറുദീസ അല്ലെങ്കിൽ ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ജമ്മു കാശ്മീർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ജമ്മു കാശ്മീരിനെ മാറ്റി. അങ്ങനെ വലിയൊരു പരിവർത്തനത്തിൻ്റെ കാലമായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ഈ CRPF-കാർക്ക് നേരെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം വലിയൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഇത് ആദ്യമാണ്. സ്വാഭാവികമായും പുൽവാമയ്ക്ക് മറുപടി കൃത്യമായി ഭാരതം നൽകിയത് ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിലും ഭാരതം കർശനമായ നടപടികൾ, കൃത്യമായ മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് അതുതന്നെയാണ്. ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രമായിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ. ഏതായാലും ഭാരതത്തിൻ്റെ മനസാക്ഷിക്ക് അല്ലെങ്കിൽ ഭാരതത്തിനേറ്റ മുറിവ് ഉണങ്ങും മുമ്പ് തന്നെ അതിന് പ്രത്യാക്രമണം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ അവർക്കിതുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും ഇതിന് പിന്നിൽ
കൃത്യമായി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ശക്തികൾ അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള ഭീകരവാദ ശക്തികളുടെ സാന്നിധ്യം അത് തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് ഭാരതം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നന്ദഗോപൻ, ഈ തീവ്രവാദികൾക്കൊക്കെ പാക് ഒറിജിൻ തന്നെയാണോ? അവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണോ? ലഷ്കർ ഇ തോയ്ബയുടെ ഔട്ട്ഫിറ്റ് ആണല്ലോ ഈ TRF. അപ്പോൾ പാകിസ്ഥാൻ പൗരത്വമുള്ളവരാണോ ഈ തീവ്രവാദികൾ? മാത്രമല്ല, ഇവരെങ്ങനെയാണ് ഈ പഹൽഗാമിൽ എത്തിയത്? ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ള സംഘടന ഭീകരവാദ സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതെങ്കിലും അവർ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗം തന്നെയാണ്. സ്വാഭാവികമായും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഭീകരവാദ ശക്തി അത് ലഷ്കർ ഇ തോയ്ബയാണ് എന്നുള്ള കാര്യം ഭാരതം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ 3 ഇപ്പോൾ രേഖാചിത്രം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുള്ള ഭീകരർ അവർ കൃത്യമായി ഭാരതത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്വദേശികളാണോ അല്ലെങ്കിൽ ഭാരതവുമായി ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ സ്വദേശികളാണോ അല്ലെങ്കിൽ പ്രാദേശികമായി ഉള്ളവരാണോ എന്ന് അടങ്ങിയ ഇത്തരം കാര്യങ്ങൾ ഇതുവരെയായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ 3 പേരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അവർക്കിതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നു. ഇനി ഒരു 4 പേർ പക്ഷേ അവരുടെ രേഖാചിത്രങ്ങളും തയ്യാറാക്കുന്ന ഒരു സ്ഥിതിയിലാണ്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ കൂടുതൽ പേരുടെ അല്ലെങ്കിൽ ഈ ഭീകരരെ നേരിട്ട് കണ്ടവരുമായൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ട് അവരുടെ രേഖാചിത്രം തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും പോലീസിന് ഒരു കാര്യം വ്യക്തമാണ്, പ്രാദേശികമായ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ മോഡസ് ഓപ്പറാൻഡി പരിശോധിക്കുമ്പോൾ അതുതന്നെയാണ് വ്യക്തമാകുന്നത്. കാര്യം ഇവിടേക്ക് ഈ ഭീകരർക്ക് എത്തണമെങ്കിൽ അത് പ്രാദേശികപരമായ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം സഹായങ്ങൾ ഈ ഭീകരർക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അതുതന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖല ഈ കശ്മീരിൻ്റെ പല മേഖലകളിലും ഭീകരാക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ടെങ്കിലും ഈ ഒരു ബൈസരൻ വാലി എന്ന് പറയുന്ന ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത് അത് ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. ജമ്മു കാശ്മീരിൽ അടുത്തിടെ ഉണ്ടായ ഈ വലിയ പരിവർത്തനം അല്ലെങ്കിൽ ടൂറിസം മേഖലയിലുണ്ടായ വലിയ കുതിച്ചുചാട്ടം അത് തകർക്കണമെന്നുള്ള ഉത്തമ ബോധ്യം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഭീകരവാദികൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ജമ്മു കാശ്മീരിലെ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഇതിൻ്റെ വലിയ നഷ്ടമുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ 24 മണിക്കൂർ ഈ സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോൾ പരിശോധിക്കുമ്പോൾ ടൂറിസ്റ്റുകളുടെ വിനോദസഞ്ചാരികളുടെ ഒരു ഇൻഫ്ലോ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. വിമാന കമ്പനികളുമായി ബന്ധപ്പെടുമ്പോൾ ഡൽഹിയിൽ നിന്നുമുള്ള കൂടുതൽ ടിക്കറ്റുകളും ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ ഇൻഡിഗോയും എയർ ഇന്ത്യയും അടങ്ങുന്ന വിമാന കമ്പനികൾ ശ്രീനഗറിലേക്ക് പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുവാനും അവരുടെ ബന്ധുക്കളെ ഇവിടേക്ക് ശ്രീനഗറിലേക്ക് എത്തിക്കുവാനും തിരിച്ച് അവരെ ഡൽഹിയിലേക്ക് മടക്കി കൊണ്ടുപോകാനും ഉതകുന്ന രീതിയിലാണ് ഈ പ്രത്യേക സർവീസുകൾ വിമാന കമ്പനികൾ തയ്യാറാക്കുന്നത്. ഒറ്റ കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമുക്കറിയാവുന്നതുപോലെ അവധിക്കാലമാണ്. കൂടുതൽ വിനോദസഞ്ചാരികൾ ജമ്മുവിലും കാശ്മീരിലും ഒക്കെ എത്തുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ഭീകരാക്രമണത്തിന് ശേഷം അവിടെയുള്ള വിനോദസഞ്ചാരികളൊക്കെ ഒഴിഞ്ഞു പോവുകയാണോ? ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പെഹൽഗാം മേഖലയിൽ നിന്നും, അതായത് അനന്തനാഗ് ജില്ലയിൽ വരുന്ന സ്ഥലമാണ് പെഹൽഗാം, അവിടെ നിന്നും ഈ പെഹൽഗാം മേഖലയിൽ നിന്നുമുള്ള അതേപോലെ തന്നെ ബൈസരൻ വാലി മേഖലയിൽ നിന്നുമുള്ള മുഴുവൻ വിനോദസഞ്ചാരികളെയും അവിടെ നിന്നും മാറ്റി ഈ അനന്തനാഗ് മേഖലയിലെ മറ്റ് ചില റിസോർട്ടുകളിലേക്ക് മാറണമെന്നുള്ള കർശന നിർദ്ദേശം ഇന്നലെ പോലീസ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരു പക്ഷേ ഈ വെടിയുതിർത്ത ഭീകരരുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് ജമ്മു കാശ്മീർ പോലീസ് CRPF ഒക്കെ തന്നെ അനുഗമിക്കുക, അല്ലെങ്കിൽ അവർ അത്തരം ചില കരുതലുകളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ ഈ സഞ്ചാരികളെ നിർത്തുന്നത് സുരക്ഷിതമല്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ഈ പഹൽഗാം മേഖലയിൽ നിന്നുമുള്ള മുഴുവൻ വിനോദസഞ്ചാരികളെയും അവിടെ നിന്നും മാറ്റി അനന്തനാഗ് മേഖലയിലേക്കോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മറ്റ് മേഖലയിലേക്കോ പോകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഞാൻ സൂചിപ്പിച്ചു, വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിൽ വ്യാപാരി വ്യവസായികളുടെയും അതേപോലെ
അതേപോലെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ ബന്ദ് ആചരിക്കുകയാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. അതേപോലെ തന്നെ വാഹനങ്ങൾ, ടാക്സി വാഹനങ്ങൾ ഓടുന്നില്ല. അതേപോലെ തന്നെ ജനങ്ങൾ കൃത്യമായി പ്രതിഷേധിക്കുന്ന കാഴ്ച, സാധാരണക്കാരായ കാശ്മീരി ജനത ഇന്നലെ നടന്ന സംഭവത്തെ അപലപിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, നമുക്കറിയാം ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ ഇപ്പോഴും തീവ്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ജമ്മു കാശ്മീരിൽ. അത്തരക്കാരെ ഒഴിച്ചു നിർത്തിയാൽ ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക്, ഈ മണ്ണിൻ്റെ അവകാശികൾക്ക്, അവർക്ക് ഇതിൽ അതിയായ ദുഃഖവും വിഷമമുണ്ട് എന്നുള്ളതാണ് അവർ ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ ബന്ദാചരണം അതിൻ്റെ ഭാഗം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഇവിടെ ഈ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതേപോലെ തന്നെ അല്പസമയം മുമ്പ് ഒരു പ്രത്യേക സംഘടനയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ഒരു പ്രത്യേക മാർച്ച് ഈ പോലീസ് ആസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും തിരിച്ചടി നൽകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2014 ശേഷം അവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ അവർ അനുഭവിക്കുന്ന സാമ്പത്തിക ലാഭം, ഇതിനൊക്കെ ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ടൂറിസം അല്ലാതെ മറ്റ് പ്രധാന വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ജമ്മു കാശ്മീർ ജനതയ്ക്ക് വലിയ ആശ്വാസമാണ് 2014 ശേഷം നൽകിയത്. ആഭ്യന്തര ടൂറിസം, ആഭ്യന്തര സഞ്ചാരികൾ ഇവിടേക്ക് കൂടുതലായി ഒഴുകിയെത്തുന്നതിനൊപ്പം ലോക സഞ്ചാരികളുടെ ഒരു ശ്രദ്ധാകേന്ദ്രം കൂടിയായി ജമ്മു കാശ്മീർ മാറുന്ന കാഴ്ചയായിരുന്നു 2014 മുതൽ കാണാൻ കഴിഞ്ഞത്. ഒരു 2014 മുമ്പുള്ള അവസ്ഥ പരിശോധിക്കുമ്പോൾ ഓരോ ആഴ്ചയിലും ഭീകരവാദികൾ വെടിയുതിർക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നുമൊക്കെ തന്നെ വലിയ പരിണാമമാണ് ഈ 2014 ശേഷം ഉണ്ടായത്. വലിയ മാറ്റമാണ് ഉണ്ടായത്. സമഗ്ര മേഖലയിലും, ജമ്മു കാശ്മീരിൻ്റെ സമഗ്ര മേഖലയിലും മാറ്റം കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാരിന്, BJP സർക്കാരിന്, നരേന്ദ്രമോദിക്ക് ആയി എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാ കാലത്തും ഭാരതം ഈ ആഗോളതലത്തിലുള്ള ഭീകരവാദത്തിനെതിരെ പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ലോകരാജ്യങ്ങൾ ഒന്നായി നിന്നുകൊണ്ട്, എല്ലാ രാജ്യങ്ങളും കൈകോർത്തുകൊണ്ട് ആഗോള ഭീകരതയെ ചെറുക്കണമെന്നുള്ള ഭാരതത്തിൻ്റെ ആവശ്യം, അത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഭാരതത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ സംഭവത്തെ അപലപിച്ചു എന്നുള്ളതും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നമ്പ്യാർ. യെസ്, ഭീരുക്കളുടെ ആക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഭാരതം. നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറതൂക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. ആക്രമണം നടത്തിയ സംഘത്തിലെ അംഗങ്ങളെന്ന് സംശയിക്കുന്ന 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാസേന പുറത്തുവിട്ടു. മരിച്ചവർക്ക് ജമ്മുകശ്മീർ ഭരണകൂടം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു.